നന്ദന്റെ ഒരു ഷർട്ട് കുട്ടി വാഷ് ചെയ്ത് ബട്ടൺസ് മുഴുവൻ പൊട്ടിച്ചുല്ലേ. ഒരു നീല വരയുള്ളത്. നന്ദന് വലിയ ഇഷ്ടമുള്ള ഷർട്ടായിരുന്നു അത്. ഇനി ഞാൻ ചെയ്തോളാം കേട്ടോ. നന്ദന്റെ തുണികളൊക്കെ മാറ്റിയിട്ടോളൂ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി. അയ്യേ, എന്താ ലീല ഇത്? ഈ വഴിപാട് കഴിക്കണ പോലെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇതാ ഞാൻ ചെയ്തോളാം. ശീലമില്ലാത്തല്ലേ. ഇങ്ങനെ അങ്ങ് ശീലായിക്കോളും. കുട്ടി പോയി അടുക്കളയിൽ ശ്രദ്ധിച്ചോളൂ. ഇന്ന് തരൂ ചേച്ചി. ചെല്ലു കുട്ടി. ആ സെക്ഷനിൽ മാത്രം പപ്പ തലയിടില്ല. ആ ദേവകിയമ്മ അടുക്കളയുടെ പരിസരത്ത് കയറാൻ സമ്മതിക്കാത്തോണ്ട് പറ്റിയതാ. പക്ഷെ കഞ്ഞി ഉണ്ടാക്കാൻ എനിക്കറിയാട്ടോ. അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. നന്ദനോട് പറഞ്ഞപ്പോ ഭയങ്കര അത്ഭുതം. എന്നൊരു നോട്ടം. എന്നെ കളിയാക്കിയതാ. ഏട്ടാ, ഇതെന്താ മോളെ ഇത്? ഇവിടെ ജോലിക്കാരൊന്നുമില്ലേ? ഉണ്ട് ഏട്ടാ. എന്നാലും കൂടെ നിന്ന് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഒന്നും വൃത്തിയാവില്ല. ഇവിടെ വേറെ ഉണ്ടല്ലോ സ്ത്രീ കഥാപാത്രങ്ങൾ. അവർക്കൊക്കെ ഓരോ തിരക്കല്ലേ ഏട്ടാ. രണ്ടെണ്ണം വരണുണ്ട്. ഒരുങ്ങി കെട്ടി എങ്ങോട്ടും എടുക്കുന്നത് കണ്ടില്ലേ? അതെന്തെങ്കിലും ആട്ടെ, മോള് ചെയ്യുന്നതാ ശരി. പെൺകുട്ടികളായ ഇങ്ങനെ വേണം. എങ്ങനെ ഇങ്ങനെ തറ തുടയ്ക്കാനാണോ ഞാൻ? ഏട്ടാ പ്ലീസ്. ഒന്നും പറയുന്നില്ല ഞാൻ. ചൂര് മുന്നിൽ ഇങ്ങനെ ഇടല്ലേ പത്മജ. ഒരു വഴിക്ക് ഇറങ്ങുമ്പോ. സോറി രാജി. എന്താ പരമേശ്വരൻ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. നിനക്കിവിടെ ബോറായി തോന്നി തുടങ്ങിയ വൈകരുത്. ഏട്ടനെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നേക്ക്. അങ്ങനെ പറയരുത്. ചെന്ന് കയറിയ വീടിന്റെ അവസ്ഥക്ക് ചേർന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഇറ്റ്സ് ഓൺ ദ ഗെയിം. അതങ്ങ് കൊടുക്ക് സ്വാമി. എന്താ ഇത്? ഗോവയ്ക്കുള്ള എയർ ടിക്കറ്റ്. രണ്ടുപേരും കൂടെ യാത്ര പോയി വാ. താങ്ക് യു ഏട്ടാ. ഏട്ടൻ ഇറങ്ങട്ടെ? ഒരു കപ്പ് കാപ്പി വേണ്ട മോളെ. ഹോട്ടൽ ലീലയിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് അവർ പിക്ക് ചെയ്തോളൂ. വെൽ അറേഞ്ച്ഡ്. വരട്ടെ മോളെ. വരട്ടെ. ഏട്ടന്റെ ഓർമ്മശക്തി ഭയങ്കര. കൊറേ മുമ്പ് എപ്പോഴും ഗോവയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അതാ ഇപ്പൊ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഈ ഭൂമി മലയാളം കണ്ട ഏറ്റവും ഭാഗ്യവതിയായ അനിയത്തി. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും ആ മനുഷ്യന്റെ കൂടെ പിറപ്പായി ജനിക്കാൻ. ഏട്ടനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അത് ഈ അനിയത്തിക്കും അതെ. ഒരു തരത്തിൽ ഭാഗ്യമായി യാത്ര. നീ ഇവിടെ ശ്വാസം മുട്ടി തുടങ്ങിയിരിക്കുന്നു. ഐ എം സോറി പപ്പ. അങ്ങനെ പറയരുത്. എനിക്കിവിടെ എന്താ കുഴപ്പം? ഈ സഹനശക്തി നന്മയായിട്ട് ഇവിടെ ആരും കാണില്ല. ഓക്കെ, കുറച്ച് ദിവസം നമുക്ക് ഈ വീട് മറക്കാം. മറന്നു വെച്ചില്ല? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മുമ്പൊരിക്കൽ പോയപ്പോഴേ കണ്ടോ എന്നെ കൊണ്ടുപോയോ? മോനെ നന്ദ ഇറങ്ങിയോ? അതെ ചേച്ചി. പോയിട്ട് വരാ ചേച്ചി. രാജി പോവാം. മോനെ, അച്ഛന് തീരെ വയ്യ കേട്ടോ. നീ ഇവിടെ ഇല്ലെങ്കില് ഞങ്ങൾക്ക് ആർക്കും അച്ഛനെ മാനേജ് ചെയ്യാൻ കഴിയില്ല. എത്ര പേര് ഇടവും മലവും നിന്നാലും നീ അടുത്തില്ലെങ്കില് അറിയാലോ അച്ഛന്റെ കാര്യം. അച്ഛന് പ്രത്യേകിച്ച് അസുഖമൊന്നും. ഞാൻ ഇപ്പോഴല്ലേ അച്ഛൻ്റെ അടുത്ത് പോയത്. അത് നന്ദന്റെ പപ്പയുടെ യാത്ര മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്നുമില്ലാത്ത ഭാവം നടിക്കുക. വയ്യാഴിക ശരിക്കും ഉണ്ട്. നീ പോയി കഴിഞ്ഞായിരിക്കും തുടങ്ങുക കരച്ചിലും പിഴിച്ചിലും വാശിയും. പിന്നെ ഭക്ഷണവും മരുന്നും ഒന്നും കഴിക്കുകയില്ല. എന്താ ഞാൻ വേണ്ടത് ചേച്ചി? ഈ യാത്ര ക്യാൻസൽ ചെയ്യണോ? എന്ന് ഞാൻ പറയില്ല. പപ്പ ഒരുപാട് മോഹിച്ചൊരുങ്ങി ഇറങ്ങിയതല്ലേ. എന്നാ പപ്പയെ തനിച്ചു വിടാം. എന്നിട്ട് ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്തിരിക്കാം. നീ എന്നോട് ദേഷ്യം പിടിക്കല്ലേ. ഞാനിവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും മിക ചേച്ചി, മനസ്സിലാവും. സ്വന്തം ജീവിതം ചളിക്കുണ്ടിലായി തീർന്നവരുടെ ഫ്രസ്ട്രേഷൻ, ജെലസി അനുവദിക്കരുത്. ആരെയും നന്നായി ജീവിക്കാൻ അനുവദിക്കരുത്. അതേ പ്രസംഗം പറയുന്നു. നീ നിന്റെ ഭാര്യ വിളിച്ച് എങ്ങോട്ടാന്ന് വെച്ചാ പോടാ. തന്തയെ ചുടുകാട്ടിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ വേണ്ട. പോ, ഗോവയ്ക്കോ സിമിലേക്കോ. പ്രാഗി കൊല്ലും എന്റെ അച്ഛനെ നിങ്ങളൊക്കെ കൂടി. ഭാസ്കര, ലഗേജ് ഒക്കെ എടുത്ത് റൂമിൽ വെക്കാം. സോറി പപ്പ. അപ്പുട്ടേ, അപ്പുട്ടേ. വണ്ടിയുടെ ശബ്ദം കേട്ടു. ഞാൻ ആ പത്താപ്പേരുടെ പിന്നിലായിരുന്നു. പക്ഷെ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ.
അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ കേറി വന്ന എന്താ അപ്പുട്ടി അതിനൊരു മേളം ഡിമാന്ന് വന്ന് വീണം. മുമ്പും താൻ എന്നെ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. പകല് വെളിച്ചത്തിൽ നമ്മൾ തമ്മിൽ കാണുന്നത് ആദ്യം എന്നാ തോന്നേ, രാത്രിയല്ലേ പ്രത്യക്ഷപ്പെടൽ, അതുപോലെ അന്തർധാനവും. എന്താണ് കൊച്ചു തോർത്തുമുണ്ടൊക്കെ എടുത്ത് പത്തായപ്പുരയുടെ പിന്നിൽ നിന്നൊരു പ്രത്യക്ഷപ്പെടൽ? ആ അടിച്ചുകളിക്കാർ ഇപ്പോഴും സർവീസിലുണ്ടോ? അത് പെൻഷനായി, ഇപ്പൊ ആരുമില്ല. അധികം തുടങ്ങി ഞാൻ തന്നെയാ. വിരോധമില്ല. ഇവിടുത്തെ ഈ ഏകാന്തതയിൽ ഒരു നേരം പോക്കിനായി താൻ ഇനി ആരെങ്കിലും ഇവിടെ പാർപ്പിച്ചു എന്ന് തന്നെ വെക്കുക. വിരോധം ഒട്ടുമില്ല. പക്ഷെ വിരോധം ഉണ്ടാവും. ഒരു കമ്പനിക്ക് താൻ എന്നെ കൂടെ വിളിക്കാതിരുന്നാൽ. ശിവ, അല്ല ബാഗും പെട്ടിയൊക്കെ ഇറക്കുന്നുണ്ടല്ലോ, 2 നാള് കാണുവോ? 2 നാളല്ല, ഇനിയുള്ള നാളുകൾ ചിലപ്പോൾ മുഴുവൻ ഞാനിവിടെ ഉണ്ടാവും. ഈ വീട് വാങ്ങിയിട്ടിരിക്കുന്ന കാര്യം പപ്പയ്ക്ക് അറിയില്ലേ? നിങ്ങളോടും പപ്പയോടും ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ്. വെറുതെ ഒരു സർപ്രൈസ് തരാൻ. ഇവിടെയാണോ ജനിച്ചതും ചൈൽഡ്ഹുഡ് ചെലവഴിച്ചതും ഒക്കെ? ജനിച്ചത് ഈ വീടിനപ്പുറത്ത് എവിടെയോ ഒരിടത്ത്. ഞാൻ ബാല്യം ചെലവഴിക്കുകയായിരുന്നില്ല, കണ്ണീര് കുടിച്ചനുഭവിക്കുകയായിരുന്നു. അച്ഛൻ മരിച്ച 2 കുട്ടികളെയും കൂട്ടി അമ്മ തറവാട്ടിലേക്ക് കയറി വന്നപ്പോ അമ്മാവന്മാരുടെ ദുർമുഖങ്ങളും അമ്മായിമാരുടെ ആട്ടും തുപ്പുമായിരുന്നു സ്വീകരിച്ച് ആനയിച്ചത്. ഉരപ്പുരയുടെ നിലത്ത് അമ്മ മരിച്ച് തണുത്ത് കിടന്ന ശേഷം അധിക നാൾ ഇവിടെ കഴിയേണ്ടി വന്നില്ല. പോയി. 14 വയസ്സുകാരൻ ഏട്ടൻ 6 വയസ്സുകാരി അനിയത്തെയും കൂട്ടിപ്പോയി. ചോരയ്ക്കും പണത്തിനും ഒരേ മണമാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കാണും? അറിയില്ല. അവളെ ഒന്നും അറിയിച്ചിട്ടുമില്ല. ഈ പഴയ അമ്മാവന്മാരും അമ്മായിമാരും ജീവനോടെ ഉണ്ടോ ഇപ്പോഴും? നമുക്കൊരു വിസിറ്റ് നടത്തിയിരുന്നു. ഉണ്ടാവാം, അന്വേഷിച്ചിട്ടില്ല. അത് വേണ്ടടോ. നമുക്കങ്ങനെ വേഷം കെട്ടി കാണിച്ചാരെയും തോൽപ്പിക്കണ്ട. കോടികൾ കണ്ടു മടുത്ത മനുഷ്യന്റെ പേരിൽ ഇന്ന് ഈ ഭൂമിയിലുള്ള ആകെ സ്വത്ത് ഈ വീടാ. ബാക്കിയെല്ലാം അനിയത്തിയുടെ പേരിലല്ലേ? അവളുടെ പേരിൽ, എന്റെ പേരിൽ. അങ്ങനെ ഒരു വേർതിരിവുണ്ടോ സേതു? കാലം ചീത്തയാണ്. മനുഷ്യനാണെങ്കിൽ പണത്തിനോടുള്ള ആർത്തി കൂടുതൽ കൊണ്ട് എന്തും ചെയ്യാൻ പഠിക്കാത്ത ചീത്തക്കാലം. പപ്പയ്ക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുത്തിട്ട് ബാക്കി സ്വന്തം പേരിലാക്കണം. സ്വാമി എന്തൊക്കെയാ പറയുന്നത്? അതിൽ കാര്യമില്ല. കോളിയോടന്മാരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ശേഖരം മുതലാളിയുടെ പഴയ കോണകം വരെ വിൽക്കുന്ന ലെവലിലാ. അപ്പുട്ടി, ഒരു കുപ്പി എടുക്ക. സ്വാമി, വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടി തേങ്ങ പൊതിക്കുന്നതായ ഒരു വാർത്ത പേപ്പറിൽ വായിച്ചോ? വായിച്ചിരുന്നു, പക്ഷെ ഇപ്പോഴാണ് നേരിട്ട് കാണാൻ ഭാഗ്യം ഉണ്ടായത്. എന്തേലും വെറുതെ കളിക്കുന്നത്? ഒന്നുമില്ലേ? ആ സേതു വന്നല്ലോ. ഫോൺ ചെയ്തോ സേതു? ലൈൻ കിട്ടുന്നില്ല. ഏതായാലും പപ്പയും നന്ദനും പോയിട്ടില്ല എന്നുള്ള ഉറപ്പാ. യാത്ര ക്യാൻസൽ ചെയ്തെന്ന ഇന്നലെ അവിടെ വിളിച്ചപ്പം പറഞ്ഞത്. അവൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, അതറിഞ്ഞാ മതി. ഒന്നും കാണില്ല, വേറെന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. സേതുവിന് ഇന്നലെ കുഞ്ഞിപ്പാലുവിനെ കിട്ടിയോ? പുള്ളിയോട് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇങ്ങോട്ട് ചാടാന്നും പറഞ്ഞു. ഇതാരാ ഇവിടെ? കുഞ്ഞിപ്പാൽ വേണോ? എന്താ ഒരു സസ്പെൻസ്? ഇറങ്ങുവായി. ഈ കുഴിച്ച ഇതെങ്ങനെ ഇവിടെ? എന്താ ഡോക്ടർ മാലതി മേനോന്റെ ക്ഷമയില്ലാത്ത മോൾ ഇവിടെ? എനിക്ക് പപ്പയുടെ ഏട്ടനെ കാണാൻ, സംസാരിക്കാൻ. എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്? ഒരുപാട് അന്വേഷിച്ചു. ഒടുവിൽ കുഞ്ഞുപാലുവേട്ടൻ പറഞ്ഞു തന്നു. പിന്നെ ഒരു ഫ്രണ്ടിന്റെ കാറും കടം വാങ്ങി ഇനി പോന്നു. അമ്മയ്ക്കറിയോ? ഇല്ല, പറഞ്ഞാ വിടില്ല. സോ പറയാതെ ചാടി. മോള് കിട്ടുന്ന സ്പീഡിൽ വണ്ടി തിരിച്ചുവിട്. വെറുതെ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. അവരവിടെ കിടന്ന് അന്വേഷിക്കില്ലേ? പോവാം. എനിക്ക് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്. എനിക്ക് സമ്മതമല്ല. എതിർപ്പുകളെ അവഗണിച്ച് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു പ്രേമരോഗി പയ്യൻസിനെ ക്ഷമ എന്നിൽ പ്രതീക്ഷിക്കരുത്. ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ 2 ദിവസം പോലീസ് ലോക്കപ്പിൽ കിടന്ന എന്നെ അംഗീകരിക്കാൻ ക്ഷമയുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും. അവരുടെ മാനസികാവസ്ഥ ക്ഷമ മനസ്സിലാക്കണം. ഞാനത് കാര്യമാക്കുന്നില്ല. എനിക്കറിയാം പപ്പയുടെ ഏട്ടനെ. എന്നെയോ? എന്നെ അറിയാമെന്നോ? ഇല്ല കുട്ടി, നീ അതിന് ശ്രമിക്കുകയും വേണ്ട. പൊയ്ക്കോളൂ. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഇൻഫാക്ച്വേഷൻ മാറും. സ്വാമി, ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ കുട്ടി അപ്പുറത്തെടുത്ത് കരയുന്നു. താൻ കുറച്ച് ഇങ്ക് കുറുക്കി കലക്കി കോരി കൊടുക്ക്. കരയുന്ന പോലും. കരയാനും പിടിക്കാനും ഞാനൊന്നും ചെയ്തില്ലല്ലോ. എന്താ പരമേശ്വരന്റെ പ്ലാൻ? സന്യാസവും അല്ലല്ലോ.
എന്തായാലും വിവാഹം കഴിക്കണം, ഒരു കുടുംബം വേണം. എന്നും ഇങ്ങനെ കഴിയാൻ പറ്റുമോ? സമ്മതിക്കാം, വിവാഹവും കഴിക്കാം. അത് ഈ കുട്ടിയാവുന്നതിനോടും വിരോധമില്ല. പക്ഷെ ആ കുട്ടിയുടെ അമ്മ നിങ്ങളോട് പറഞ്ഞില്ലേ അത് നടക്കില്ലെന്ന്? അവരങ്ങനെ പലതും പറയും. അയ്യടാ, അനുവാദം കാത്തു നിന്നും കൈനീട്ടി വാങ്ങി നമ്മൾ ഇതുവരെ എന്താ ചെയ്തത്? ആ കുട്ടി തയ്യാറായി കൊണ്ട് വന്നിരിക്കുക. ഇനി ഒരു നാളും തീയതി നോക്കി നമ്മൾ അതൊക്കെ നടത്തും, അത്രേ ഉള്ളൂ. വേണോ സ്വാമി? വേണം ഉസ്താദ്. എന്നാ നിങ്ങൾ ആ കുട്ടിയെ പറഞ്ഞേക്ക്. ഇന്ന് തന്നെ കെട്ടണമെന്ന് വാശിയിലൊന്നും അല്ലല്ലോ. സമയം മറട്ടെ. അതൊന്ന് നേരിട്ട് പറയേ, എന്നിട്ട് സന്തോഷമായിട്ട് ആ കുട്ടിയെ യാത്രയാക്കി. ഡോ, ക്ഷമാപണം വേണോ? പപ്പയുടെ ഏട്ടൻ എന്ത് തെറ്റാ ചെയ്തത് ക്ഷമാപണം നടത്താൻ? ക്ഷമാപണം വേണോന്ന്. തിരിച്ചു പോകുമ്പോ വഴി നിർത്തി വല്ലതും വാങ്ങി തിന്നാനോ കുടിക്കാനോ പണം വേണോന്ന്. വേണ്ട. എങ്കിൽ പൊയ്ക്കോളൂ, അമ്മയെ വെറുതെ പേടിപ്പിക്കണ്ട. പോ. പോയി വരൂന്നാ പറയേണ്ടത്. വെറുതെ ഒരു ത്രില്ലിന് വേണ്ടി. രക്ഷിതാക്കൾ എന്ത് പറയുന്നു അതിനെ നിഷേധിക്കാൻ, വളർത്തി വലുതാക്കിയവരുടെ മുഖമടക്കി തുപ്പാൻ. അതായി തീർന്നിരിക്കുന്നു വിവാഹം. നമുക്കത് വേണ്ട കുട്ടി. ഞാൻ വരാം, ക്ഷമയുടെ അമ്മയെ കാണാം. അവർ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച് നടത്തട്ടെ വിവാഹം. മതി, കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ഒരുത്തി ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന കാര്യം ഒരാൾക്ക് ഓർമ്മയുണ്ടാവണം, മറന്നു പോവരുത്. നിന്നെ പോലെ ഒരു കാന്താരി മുളകിനെ ഞാൻ കെട്ടിപ്പൂട്ടിയിടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നീ ഈ സമൂഹത്തിൽ ഒരു വലിയ പ്രസ്ഥാനമായി മാറി ചുറ്റിക്കളികൾ ഒരുപാടുണ്ടാക്കും. പൊയ്ക്കോ, പോയി വരാനായി ഇപ്പൊ പൊയ്ക്കോ. ദേ സ്വാമി,